അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ നേതാവ് G. സുധാകരൻ പത്രിക നൽകി. കളക്ടറേറ്റിന് സമീപത്ത് നിന്ന് UDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ചരിത്ര മത്സരമായിരിക്കുമെന്ന് G. സുധാകരന്റെ പ്രതികരണവും എത്തി. ഈ മത്സരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. സ്ഥാനാർത്ഥിയായ എനിക്ക് ഇലക്ഷൻ കമ്മിറ്റികളൊന്നുമില്ല, വാർഡ് കമ്മിറ്റി പോലുമില്ല. പക്ഷേ UDFന്റെ എനിക്ക് പിന്തുണ UDFന്റെ കമ്മിറ്റികളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കായി ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർന്ന് G. സുധാകരൻ തീരദേശ റോഡ് ഷോയും നടത്തും. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഇതിപ്പോ ഈ റോഡ് ഷോ ഇതിപ്പോ നമ്മൾ പത്രികാ സമർപ്പണത്തിന് എത്തിയപ്പോൾ തന്നെ കണ്ടു, വലിയ തിക്കും തിരക്കുമായിരുന്നു പ്രവർത്തകരുടെ. അപ്പോ ആലപ്പുഴയിൽ നടത്തുന്ന ഈ റോഡ് ഷോ വലിയൊരു ശക്തി പ്രകടനം കൂടി ആക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണോ, അങ്ങനെ ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത് UDF? UDF പിന്തുണയോടെ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്നും G. സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. പക്ഷേ അന്ന് LDFന് പകരം ഇന്ന് UDF ആണ് എന്നൊരു വ്യത്യാസം മാത്രമാണുള്ളത്. വലിയ ആവേശത്തോടു കൂടിയാണ് G. സുധാകരനെ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മുദ്രാവാക്യങ്ങളോടെ സ്വീകരിച്ചത്. ഒപ്പം സുധാകരനും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന ആളുകളെയൊക്കെ കൈയുയർത്തി അഭിവാദ്യം ചെയ്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പോലും പരിഗണിക്കാതെ ഈ കളക്ടറേറ്റിലേക്ക് അദ്ദേഹം കാൽനടയായി എത്തിയത്. എന്തായാലും ആ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും. പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയ ശേഷം അതിനുശേഷം ഒരു പ്രതികരണം കൂടി ഉണ്ടാകും. അല്പസമയം അദ്ദേഹം പ്രതികരിച്ചെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാനോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു അത് എടുത്തില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്നൊന്നും പറയാനോ തയ്യാറായില്ല. ഒരുപക്ഷെ ആ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഒരു റോഡ് ഷോ കൂടി, തീരദേശ റോഡ് ഷോ കൂടി UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.